ഇനി ഒരു മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമല നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഏതാണെന്ന് അറിയാമോ? നായാട്ടുവിളി. എല്ലാം അറിയാം. ഞാൻ എല്ലാം അറിയാവുന്ന ആളാണ്. യെസ്, ഓക്കെ. അപ്പോൾ ആദ്യ 4 ദിവസം 18-ാം പടിക്ക് മുന്നിലും 5-ാം ദിനം ശരംകുത്തിയിലുമാണ് നായാട്ടുവിളി നടക്കുന്നത്. പെരുന്നാട് പുന്നമൂട്ടിൽ കുടുംബത്തിന്റെ അവകാശമാണ് നായാട്ടുവിളി. യെസ്, അരുൺ കുടുംബം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മകരവിളക്ക് കഴിഞ്ഞാൽ ശബരിമലയിൽ പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ തന്നെയാണ് നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നായാട്ടുവിളി. ആ നായാട്ടുവിളി സംഘമാണ് നമുക്കൊപ്പം ഈ തത്സമയം ചേരുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നായാട്ടുവിളി. 4 ദിവസം 18-ാം പടിയിലേക്കും 5-ാമത്തെ ദിവസം ശരംകുത്തിയിലേക്കും പോകുന്ന ആ ഒരു യാത്ര, അതെങ്ങനെയാണ്? ശബരിമല മകരവിളക്ക് ഉത്സവത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ആചാരങ്ങളിൽ ഒന്നാണ് നായാട്ടുവിളി. ഈ കളമെഴുത്ത്, അതുപോലെ പാട്ട്, എഴുന്നള്ളത്ത്, ഗുരുതി, ഇതൊക്കെയാണ് മകരവിളക്ക് ഉത്സവത്തിൻ്റെ മറ്റ് സുപ്രധാനപ്പെട്ട ആചാരങ്ങൾ. ഈ മകരവിളക്ക് ദിവസം അത്താഴ പൂജയ്ക്ക് ശേഷം ഈ മണിമണ്ഡപത്തിൽ നിന്നും അയ്യപ്പസ്വാമിയുടെ എഴുന്നള്ളത്ത് ആരംഭിക്കും. ആ എഴുന്നള്ളത്ത് ഈ 18-ാം പടിയുടെ താഴെ നിലപാട് നിറയിലെത്തുമ്പോൾ നിലപാട് നിന്നുകൊണ്ടാണ് നായാട്ടുവിളി സംഘം നായാട്ട് വിളിക്കുന്നത്. അയ്യപ്പൻ്റെ ജനനം മുതൽ പുലിപ്പുറത്ത് പോയതും അരുളപ്പാട്ടുകളും അങ്ങനെ യോഗനിദ്ര, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ നായാട്ടുവിളിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഗണപതിയെ ഭജിച്ചുകൊണ്ടാണ് തുടക്കം. അയ്യപ്പൻ്റെ അപദാന കഥകൾ വേട്ടക്കുറിപ്പ് ചൊല്ലിക്കൊടുക്കുമ്പോൾ കൂടെയുള്ളവർ ഹീ ഹൂ എന്ന് നീട്ടി വിളിക്കും. അക്കരെ മലയിലുള്ള ആളുകളെ ഈ ഉത്സവം, മകരവിളക്ക് ഉത്സവം നടക്കുന്നുവെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹീ ഹൂ എന്ന ഇതിൻ്റെ ആശയം. ഈ നായാട്ടുവിളിക്ക് ശേഷം ഈ എഴുന്നള്ളത്ത് ഈ ക്ഷേത്രത്തിനെ വലം വെച്ച് തിരിച്ച് മണിമണ്ഡപത്തിലെത്തും. അവിടുത്തെ പൂജകൾക്ക് ശേഷം ഹരിവരാസനം പാടി, സന്നിധാനത്ത് ഹരിവരാസനം പാടി അത് നടയടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഗണപതിയെ ഭജിച്ചുകൊണ്ടാണ് തുടക്കം. അഴകിനൊരു ഗണപതിയും വാണിമാരും തുണച്ചെനിക്ക്, പരിചൊടുന്നില്ല വയ്യൻ്റെ കഥകളിൽ കുറെ ചൊല്ലുവാൻ, അമരോട് മുനിമാർ മറ്റും അർമുഖ പെരുമാൾ താനും. അങ്ങനെ ഒത്തിരി അയ്യപ്പൻ്റെ ഒരുപാട്, മൈക്കണ്ണാൽ രാജദേവിക്ക് അന്നൊരു നോവുണ്ടായി, പോകണം നോവിതെങ്കിൽ വരുത്തണം പുലിപ്പാലെന്ന്, അങ്ങനെയൊക്കെയുള്ള എല്ലാ അയ്യപ്പൻ്റെ എല്ലാ വന്ദനം മുതൽ ജന്മം മുതൽ എല്ലാ കാര്യങ്ങളും ഈ നായാട്ടുവിളി പ്രതിപാദിക്കുന്നുണ്ട്. വലിയൊരു നിയോഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു സമയത്ത് ഇവിടേക്ക് എത്തുക, ഈ നിലപാട് തറയിൽ നിന്നുകൊണ്ട് നായാട്ട് വിളിക്കുക. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നല്ലേ? തീർച്ചയായും ഞങ്ങൾ ഈ ജന്മത്തിൽ ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യമായിട്ട് തന്നെയാണ് ഞങ്ങളിത് കരുതുന്നത്. അതിൻ്റെ ഒരു ഐതിഹ്യത്തെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശബരിമല ക്ഷേത്രം അത് 12-ാം നൂറ്റാണ്ടിന് മുന്നേ, ഏതാണ്ട് ഒരു 1400 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇവിടെ ശാസ്താ ക്ഷേത്രം ഉണ്ടായിരുന്നതാണ്. ഈ ശാസ്താ ക്ഷേത്രത്തിൻ്റെ താഴെ, അതിപ്പോൾ 18-ാം പടിയുടെ താഴ്വശം, അതിനെ നമ്മൾ നിലപാട് തറയെന്നാണ് പറയുന്നത്. പണ്ടവിടെ അയ്യപ്പൻ ഈ വനഭാഗത്തുള്ള ആദിവാസി വിഭാഗങ്ങളിലുള്ള ആളുകളെല്ലാം കൂട്ടി അവിടെ കളരി അഭ്യസിച്ചിരുന്നു എന്നാണ് നമ്മൾ വിശ്വസിച്ച് പോരുന്നത്. ആ കളരി അഭ്യസിക്കുന്ന കളരിത്തറ ആയതുകൊണ്ട് തന്നെ അവിടെ കളരി ദൈവം കുടിയിരിക്കുന്നെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുപോലെ തന്നെ 12-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം അയ്യപ്പനിവിടെ വന്നത്. അയ്യപ്പൻ വന്ന് ഇവിടെ തൻ്റെ സന്യാസി യോഗീശ്വരനായിട്ട് സന്യാസ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ അദ്ദേഹം ഇരുന്ന സ്ഥലമാണ്, അദ്ദേഹത്തിൻ്റെ ജീവസമാധിയാണ് മണിമണ്ഡപം എന്ന് പറയുന്നത്. അപ്പോൾ മണിമണ്ഡപത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. അപ്പോൾ പന്തളം രാജാവ് പന്തളകുമാരന് വേണ്ടിയിട്ട് പണിത മണ്ഡപമാണ്, അല്ലെങ്കിൽ മണിമാളികയാണ് ഈ മണിമണ്ഡപം എന്ന് പറയുന്നത്. ശബരിമലയുടെ ശ്രീകോവിലിൽ അത്രയും തന്നെ പ്രാധാന്യമുള്ളതാണ് ഈ മണിമണ്ഡപം എന്ന് പറയുന്നത്. അപ്പോൾ ശബരിമലയിലെ പ്രധാനപ്പെട്ട ആചാരങ്ങൾ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മകരമാസം ആദ്യം തൊട്ട് 5 നാൾ മഹോത്സവം നായാട്ടുവിളിക്കകത്ത് യഥാർത്ഥത്തിൽ ശരിയായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഈ നായാട്ടുവിളി പറയുന്ന കാര്യങ്ങളാണ് ശരിക്കും പറയുക യഥാർത്ഥത്തിലുള്ള ഐതിഹ്യവും അയ്യപ്പൻ്റെ ചരിത്രവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളത്. നമ്മൾ പല പുസ്തകങ്ങളിലും ഒക്കെ നമ്മൾ പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളത്തെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് പിൽക്കാലത്ത് ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെയൊക്കെ ഒരു പല നമ്മൾ പോസ്റ്റുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കി ഇതൊക്കെ നമ്മൾ അയ്യപ്പൻ്റെ എഴുന്നള്ളത്താണ് എന്നുള്ളൊരു സന്ദേശം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ എഴുന്നള്ളത്ത് ശരിക്കും മകരം 1 തൊട്ടുള്ള 5 ദിവസത്തെ എഴുന്നള്ളത്ത്, അതാണ് ശരിക്കും ഭക്തർ വന്ന് കാണേണ്ടത്. ക്ഷേത്രം ഉണ്ടായ 12-ാം നൂറ്റാണ്ട് മുതൽ മുടക്കം വരാത്ത ആചാരങ്ങളാണ് ഈ പറയുന്ന മണിമണ്ഡപത്തിലെ കളമെഴുത്തും
അതുപോലെ തന്നെ ഈ നായാട്ടുവിളി, പിന്നെ അതുപോലെ തന്നെ കളം വരച്ച് കഴിഞ്ഞിട്ടുള്ള പാട്ടുണ്ട്. ഈ എഴുന്നള്ളത്ത് ചെന്നതിന് ശേഷം ഒരു പാട്ടുണ്ട്. പിന്നെ 5-ാം ദിവസമുള്ള കുരുതി. അപ്പോൾ ഇത്രയുമാണ് ശരിക്കും അന്നത്തെ കാലം മുതൽ നമ്മുടെ പൂർവികർ മുടക്കമില്ലാതെ ഇപ്പോൾ ഞങ്ങൾക്കും അത് തുടർന്നു കൊണ്ടുവരാൻ സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇത്രയും കാലഘട്ടത്തിൽ ഞങ്ങളത് മുടക്കമില്ലാതെ നമ്മൾ ചെയ്തു പോരുന്ന ഈ 5 ആചാരങ്ങളാണ്. ബാക്കി എല്ലാ ആചാരങ്ങളും എന്തെങ്കിലും മുടക്കം വന്നാൽ നമുക്ക് പ്രശ്നമല്ല. പക്ഷേ ഇത് ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ലാത്തതാണ് ഈ 5 ആചാരങ്ങൾ. ശരിക്കും ഒരു വലിയ നിയോഗമല്ലേ? തീർച്ചയായും നമ്മൾ മഹാഭാഗ്യം തന്നെയാണ് നമ്മൾ കരുതുന്നത്. ജീവിതത്തിൽ തന്നെ എത്രയോ ഭക്തന്മാർക്ക് തന്നെ ഇങ്ങനെ ഈ അയ്യപ്പൻ സന്നിധിയിൽ ഇതുപോലെ നിൽക്കാൻ പറ്റുക എന്നുള്ളത് നമുക്കറിയാം. എത്രമാത്രം ബുദ്ധിമുട്ടുള്ളതാണ്. ഇത്രയും ലോകത്തിൽ തന്നെ എല്ലാ അയ്യപ്പ ഭക്തരും ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല. അപ്പം അങ്ങനെ ഒരു മഹാക്ഷേത്രത്തിൽ മഹായോഗി വര്യൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ഞങ്ങൾക്ക് ഇതുപോലെ നിന്ന് നായാട്ട് വിളിക്കുവാനും അദ്ദേഹത്തിൻ്റെ എല്ലാ ചടങ്ങുകളും പങ്കെടുക്കുവാനും ഒക്കെയുള്ളൊരു നിയോഗം ഒരു മഹാഭാഗ്യമായിട്ട് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. പിന്നെ ഇവിടെ ശരിക്കും ഞങ്ങളുടെ ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു ഐതിഹ്യം പറയുകയാണെങ്കിൽ പന്തളം കൊട്ട രാജാവിൻ്റെ കൂടെ നമ്മുടെ മധുര, അവിടെയായിരുന്നു ഈ പന്തളം രാജാവിൻ്റെ യഥാർത്ഥ സ്ഥലം. അപ്പം അവിടുത്തെ ദേവിയാണ് മധുര മീനാക്ഷി അമ്മ, നമ്മുടെ കുലദേവത. അതുപോലെ തന്നെ പന്തളം കൊട്ടാരത്തിൻ്റെ കുലദേവതയായിട്ടാണ്, പരദേവതയായിട്ടാണ് നമ്മളത് കാണുന്നത്. ആ മാളികപ്പുറത്തമ്മയാണ് ഇവിടെ കുടിയിരിക്കുന്നത്. അപ്പം അയ്യപ്പൻ്റെ മാതൃസ്ഥാനത്തോട് കുടിയിരിക്കുന്നതാണ് മാതൃ. അപ്പോൾ അങ്ങനെ അവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ ഉദയനൻ എന്ന് പറഞ്ഞ കാട്ടുകള്ളൻ ഉള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ഇവിടെ ഈ വനഭാഗത്തെല്ലാം എല്ലാവരും കൊള്ളയടിക്കുകയും അത് ആ ഉദയനിൽ നിന്നുള്ള രക്ഷ തേടിയാണ് രാജാവ് മധുരയിൽ നിന്നും കുടിയേറി അച്ചൻകോവിൽ വഴി കോന്നി വഴി പെരുന്നാട് വന്നു. പെരുന്നാട് പിന്നീട് അത് പിന്നെ പന്തളത്തേക്ക് മാറ്റി കൊട്ടാരം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ പെരുന്നാട്ടിൽ വന്നപ്പോൾ അവിടെയും കൊട്ടാരങ്ങൾ സ്ഥാപിച്ചിരുന്നു. മേലെ കോയിക്കലും താഴെ കോയിക്കലും 2 കൊട്ടാരം സ്ഥാപിച്ചിരുന്നു. അങ്ങനെ പന്തളത്ത് തമ്പുരാൻ്റെ കൂടെ വന്ന കണക്കപ്പിള്ളമാരുടെ തലമുറയാണ്, വെള്ളാളപ്പിള്ള പോലെയായിട്ടുള്ള തലമുറയാണ് ശരിക്കും പറഞ്ഞാൽ ഈ നായാട്ട് വിളിക്കാൻ അവകാശപ്പെട്ട പുന്നമട്ടി കുടുംബക്കാരുടെ പൂർവികർ. അപ്പോൾ അങ്ങനെ വന്ന ഒരു കുടുംബം എരുമേലിയിൽ തങ്ങുകയും മറ്റുള്ള കുടുംബം രാജാവിനോടൊപ്പം പെരുന്നാൾ വരികയും ചെയ്യുകയാണ്. അങ്ങനെയാണ് എരുമേലി പുത്തൻ വീട് അങ്ങനെയുള്ള ചരിത്രമൊക്കെ അവിടെ ഉറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഈ ശബരിമല ക്ഷേത്രം അയ്യപ്പൻ വന്നതിന് ശേഷം ഈ ആചാരം ആര് ചെയ്യും എന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ യാതൊരു ശങ്കയും ഇല്ലാതെ തന്നെ രാജാവ് കൽപ്പിച്ച് നൽകിയതാണ് പുന്നമൂട്ടിൽ കുടുംബത്തിൻ്റെ പൂർവികർക്ക് ഈ ഒരു അവകാശം. അത് പിന്നീട് ഞങ്ങളത് ഈ ഒരു നിമിഷം വരെ ഞങ്ങളത് പിന്തുടർന്ന് മുടക്കമില്ലാതെ തെറ്റില്ലാതെ ഞങ്ങളത് പിന്തുടർന്ന് പോരുന്നു. അത് ഇനിയും അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും വരും കാലങ്ങളിലും ഞങ്ങളുടെ അടുത്ത തലമുറയാണെങ്കിലും ഞങ്ങളെക്കൊണ്ട് അയ്യപ്പൻ സ്വാമി ആയുസ് തരുന്ന കാലം വരെ ഞങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ നിന്ന് ഞങ്ങൾ ചെയ്യും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായും ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു നിയോഗം തന്നെയാണ് ഈ ഒരു നായാട്ട് വിളിക്കാനായി ഇവിടെ എത്തുക, ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളുടെ ഭാഗമാകുക എന്നത്. എന്തായാലും ഇന്നാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുക. ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളിപ്പ്, ശരംകുത്തിയിൽ നായാട്ട് വിളിക്കാനുള്ള ഒരു മഹാഭാഗ്യം കൂടിയാണ് ഇവർക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും വലിയൊരു നിയോഗമായിട്ടാണ് ഈ ഒരു കാര്യത്തെ, ഈ നായാട്ട് വിളിക്കാനുള്ള ആ മഹാഭാഗ്യത്തെ ഇവർ കാണുന്നത്.